ബൈപ്പാസ് റോഡിൽ പാച്ചല്ലൂർ ചുടുകാട് മുടിപ്പുര ദേവീക്ഷേത്രത്തിനടുത്തുള്ള യു-ടേണിലെ അപകടങ്ങൾ ഒഴിയുന്നില്ല. തിരുവല്ലത്തെ രണ്ടാമത്തെ ടോൾ പ്ലാസ കഴിഞ്ഞുള്ള യു-ടേണാണ് അപകട മേഖലയായി മാറുന്നത്. ഈ യു-ടേണിൽ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 11:30 ഉണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങി. ബൈക്ക് യു-ടേൺ തിരിയവേ കോവളം ഭാഗത്തു നിന്നെത്തിയ കാർ ഇടിക്കുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന യാത്രികന്റെ വലതുകാൽ ഒടിയുകയും ചെയ്തു. തമ്പാനൂർ രാജാജി നഗർ സ്വദേശിയായ 28-കാരൻ രാഹുലാണ് മരിച്ചത്. രാഹുലിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ ഒപ്പമുണ്ടായിരുന്ന പാച്ചല്ലൂർ സ്വദേശി രഞ്ജിത്തിനാണ് പരിക്കേറ്റത്. പനത്തുറ ഭാഗത്തെ സർവീസ് റോഡിൽ നിന്നും വരികയായിരുന്ന ബൈക്ക് യു-ടേണിൽ തിരിഞ്ഞ് ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെയാണ് കോവളം ഭാഗത്തു നിന്ന് വന്ന കാർ ഇടിച്ചു തെറിപ്പിച്ചതെന്ന് പോലീസ് പറയുന്നുണ്ട്. തിരുവല്ലം പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും എത്തി സ്ഥലത്തു നിന്നും തെളിവുകൾ ശേഖരിച്ചു. തിരുവല്ലം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. GS വൃന്ദയാണ് മരിച്ച രാഹുലിന്റെ ഭാര്യ. 1 വയസ്സായ മകനും രാഹുലിനുണ്ട്. ചുടുകാട് ക്ഷേത്രത്തിന് സമീപത്തെ യു-ടേണിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ വിവിധ അപകടത്തിൽപ്പെട്ട് കാൽനട യാത്രക്കാരായ സ്ത്രീകളടക്കം 15 പേർക്കാണ് ജീവൻ നഷ്ടമായത്. പരിക്കേറ്റ് ശരീരത്തിന്റെ ചലനശേഷിയും സംസാരശേഷിയും നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. ഇരുട്ടേറിയ യു-ടേൺ വഴി കടന്നു പോകുന്നതിനിടയിൽ ഇരുവശത്തുകൂടി കടന്നു പോകുന്ന വാഹനങ്ങൾ ഇടിച്ചാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. 1 മാസം മുൻപ് പനത്തുറ ഭാഗത്തു നിന്നെത്തി യു-ടേൺ മുറിച്ചു കടന്ന് അടുത്ത 2 വരി പാതയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ കാറിടിച്ച് വയോധികരായ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാച്ചല്ലൂർ ചുടുകാട് മുടിപ്പുര ഭാഗത്തെ യു-ടേണിനെ ബ്ലാക്ക് സ്പോട്ടായാണ് ദേശീയപാത അധികൃതർ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ മാനദണ്ഡം അനുസരിച്ചുള്ള നടപടികളൊന്നും ദേശീയപാത അധികൃതർ നടപ്പാക്കിയിട്ടില്ല. ആകെയുള്ളത് സർവീസ് റോഡിനെയും 4 വരി പാതയെയും സൂചിപ്പിക്കുന്ന ദിശാ ബോർഡ് മാത്രമാണ്. ഇരുട്ടേറിയ ഇവിടെ റോഡിന്റെ ഇരുവശങ്ങളും വാഹനയാത്രക്കാർക്ക് കാണുന്നതിന് ഉയരവിളക്ക് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ലം പോലീസ് നിരവധി തവണ ദേശീയപാത അതോറിറ്റിയുടെ തിരുവനന്തപുരം പ്രോജക്ട് ഡയറക്ടർക്ക് കത്ത് നൽകിയിരുന്നു. ദേശീയപാത അതോറിറ്റി ചെയർമാൻ അടുത്തിടെ കഴക്കൂട്ടം കാരോട് റൂട്ടിലെ റോഡുകളുടെയും പാലങ്ങളുടെയും സുരക്ഷ പരിശോധിക്കാൻ എത്തിയ വേളയിലാണ് അപകട മേഖലയായ ഈ ഭാഗത്തെ ബ്ലാക്ക് സ്പോട്ടായി കണക്കാക്കാൻ പ്രോജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയത്.